ടീം മാറ്റ്കമ്മിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ അപ്ഡേറ്റ് ആയ SLC ടെക്സ്റ്റ് ബുക്കിനകത്ത് മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ട വീഡിയോ സീക്വൻസ് സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഒന്നാമത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരെ കണ്ടു നോക്കിയത് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഇതിനകത്ത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല, ബേസിക്കലി സീക്വൻസുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചോദ്യം ഇങ്ങനെയാണ്: റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ. എന്താ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 എക്സെട്ര. അതിനകത്ത് ഏതൊക്കെ നാച്ചുറൽ നമ്പർ ആണോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ തരുന്നത്. നമ്മൾ നോക്കിയേ, 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് റിമൈൻഡർ എത്രയായിരിക്കും? റിമൈൻഡർ 1 തന്നെയായിരിക്കും. നെക്സ്റ്റ് 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് റിമൈൻഡർ എത്രയായിരിക്കും? 2 തന്നെയായിരിക്കും. സോ നമുക്കിവിടെ ഏതൊക്കെയാണ് വേണ്ടത്? സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ഗീവ്സ് റിമൈൻഡർ 1, അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ തരുന്നവർ മാത്രം. ഇനി 3 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. അതുകൊണ്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാവും? 0 ആയിരിക്കും. അപ്പൊ ഇതും വരത്തില്ല. അപ്പൊ ഈ രണ്ടെണ്ണം വരത്തില്ല. അടുത്ത 4 എടുത്ത് 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 3 3. സോ റിമൈൻഡർ 1 കിട്ടും. സോ 4നെ ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 1 കിട്ടി. ഇനി അടുത്ത് 5 എടുത്ത് 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 3 3, റിമൈൻഡർ 2 കിട്ടും. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റില്ല. 6 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്ല, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 0 കിട്ടും. അടുത്തത് 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 2 6. സോ റിമൈൻഡർ എത്ര കിട്ടി? 1 കിട്ടി. 1 4 7 എക്സെട്ര. അടുത്തത്, അപ്പൊ അതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഗീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവൈഡിങ് ബൈ 3. സി 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 1 ആണ്. 3 എന്ന് പറയുമ്പോൾ 0 ആണ്. 4 എന്ന് പറയുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 0 ആണ്. 5നെ ഓക്കെ, ഇനി ഇവിടെ ബാക്കി നോക്കി 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് റിമൈൻഡർ എന്ത് തന്നെ കിട്ടും? 2 തന്നെ കിട്ടും. സോ ഒന്നാമത്തെ നമ്പർ എന്തായിരിക്കും? ഒന്നാമത്തെ നമ്പർ 2 ആയിരിക്കും. നെക്സ്റ്റ് 5 എടുത്ത് 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഡിവൈഡ് ചെയ്തു. റിമൈൻഡർ എത്രയാണ്? 2 ആണ്. അപ്പൊ അടുത്ത് എന്ത് വന്നു? 5 വന്നു. സോ 1 4 7 അങ്ങനെയാണെങ്കിൽ ഇത് 2 5 2 3 5 5 3 8. അടുത്ത എന്ത് വരും? 8 3 11. അപ്പൊ നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് 2 5 8 11 എന്നായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്ത അല്പം കൂടി ഡിഫിക്കൽറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ചെയ്തെടുത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം. ചോദ്യം ഇങ്ങനെയാണ്: സീ ദീസ് ഫിഗേഴ്സ്. The first picture shows an equilateral triangle with a smaller triangle got by joining the midpoints of the side cutoff. അതായത് ഈ ഒന്നാമത്തെ വലിയ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്താണ് നമ്മൾ എന്താ ചെറിയ ട്രയാങ്കിൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. The second picture shows the same thing is done on each of the 3 triangles in the first picture. അതായത് ഒന്നാമത്തെ പിക്ചറിനകത്തുള്ള റെഡ് ട്രയാങ്കിളുകളുടെ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്തു. ഇത് ഇങ്ങനെ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്താണ് നമുക്ക് അടുത്ത പിക്ചർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. The third picture shows the same thing is done on the second picture. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഈച്ച് പിക്ചർ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒന്നാമത്തേതിനകത്ത് നോക്കി, ഒന്നാമത്തിനകത്ത് ഇവിടെ ഒരു റെഡ് ട്രയാങ്കിൾ ഉണ്ട്. ഇത് 1 2 3 റെഡ് ട്രയാങ്കിൾ. അപ്പൊ ഒന്നാമത്തെ പിക്ചറിൽ എത്രയുണ്ട്? 3 റെഡ് ട്രയാങ്കിൾ ആണ് ഉള്ളത്. അടുത്ത പിക്ചറിലേക്ക് നമുക്ക് നോക്കാം. ഇപ്പൊ എങ്ങനെയാണ് ഈ റെഡ് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഈ റെഡ് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റുകളെ തമ്മിൽ അവരിങ്ങനെ കണക്ട് ചെയ്യുന്നു. ഈ റെഡ് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റുകളെ തമ്മിൽ അവർ കണക്ട് ചെയ്യുന്നു. ഈ റെഡ് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇനി ഈ നടുക്കത്തെ ട്രയാങ്കിളിന് മാത്രം വൈറ്റ് ഷെയ്ഡ് കൊടുത്തു. ഇതൊന്നും റെഡ് ആയിട്ട് വരുന്നില്ല. അപ്പൊ നമ്മൾ നോക്കി, ഓരോ റെഡ് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ 4 ചെറിയ ട്രയാങ്കിൾസ് ആക്കി മാറി. 1 2 3 4. കറക്റ്റാ? ആ 4 ട്രയാങ്കിളിനകത്ത് നടുക്കത്തെ ഒരു ട്രയാങ്കിൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും റെഡ് കളറാണ് അല്ലേ? ആ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇത് 1 2 3 4 എണ്ണം കിട്ടും. അതിനകത്ത് 3 എണ്ണത്തിന് റെഡ് കളറും ഒരെണ്ണത്തിന് വൈറ്റ് കളറും മാത്രമാണ്. അപ്പം ഓരോ റെഡ് ട്രയാങ്കിളും എന്തായി മാറും? 3 റെഡ് ട്രയാങ്കിൾസ് ആയി മാറും. കറക്റ്റാ? അപ്പൊ നമുക്ക് ആദ്യമേ 3 റെഡ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഓരോ റെഡ് ട്രയാങ്കിളും എന്താവും? ഓരോ റെഡ് ട്രയാങ്കിളും 3 റെഡ് ട്രയാങ്കിൾസ് ആയി മാറും. അപ്പൊ എന്ത് സംഭവിക്കും? അടുത്ത നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിളിന്റെ എണ്ണം എന്ന് പറയുന്നത് 3 × 3 9 ആയിരിക്കും. അല്ലെ? നമുക്ക് എണ്ണി നോക്കാം. 1 2 3
4, 5, 6, 7, 8, 9. 9 റെഡ് ട്രയാങ്കിൾ കിട്ടും. അടുത്ത ഫിഗർ കിട്ടാൻ വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത്? അടുത്ത ഫിഗർ കിട്ടാൻ വേണ്ടി ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഓരോ റെഡ് ട്രയാങ്കിളിനെയും മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് 4 ട്രയാങ്കിൾ ആക്കി മാറ്റുന്നു. ഓരോ റെഡ് ട്രയാങ്കിളിന്റെയും മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ചെറിയ ട്രയാങ്കിൾസ് ആക്കി മാറ്റുന്നു. അതിന്റെ നടുക്കത്തെ ട്രയാങ്കിളിന്റെ മാത്രം എന്താണ് വൈറ്റ് കളർ, ബാക്കിയുള്ള റെഡ്. അപ്പൊ എന്താണ്, ഓരോ റെഡ് ട്രയാങ്കിളും എന്തായി മാറുന്നു? 4 ചെറിയ ട്രയാങ്കിൾസ് ആയി മാറുന്നു. അതിനകത്തെ 3 ട്രയാങ്കിളിൽ റെഡ് കളറും 1 ട്രയാങ്കിളിൽ വൈറ്റ് കളറും. അപ്പൊ എന്താണ്, ഓരോ റെഡ് ട്രയാങ്കിളും 3 എണ്ണം വീതമുള്ള റെഡ് ട്രയാങ്കിളും ഒരു വൈറ്റ് ട്രയാങ്കിളുമായി മാറും. അപ്പൊ എന്ത് സംഭവിക്കും? 9 × 3 27. റെഡ് ട്രയാങ്കിളിന്റെ എണ്ണം 27 ആവും. ക്ലിയറാ? ഓക്കെ, ഫൈൻ. അടുത്തതിനകത്ത് സംഭവിക്കും, ഓരോ റെഡ് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് 4 ട്രയാങ്കിൾ ഉണ്ടാവും. അതിനകത്ത് 3 എണ്ണത്തിന് റെഡ് കളറും 1 എണ്ണത്തിന് വൈറ്റ് കളറുമായിരിക്കും. അപ്പൊ എന്തുവരും? റെഡ് ട്രയാങ്കിളിന്റെ എണ്ണം 27 × 3 81. വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ 81 × 3 343. 81 × 3 343 അല്ല, 243. 243. കറക്റ്റാ? 3 24, 240, 243 എന്ന് കിട്ടും. കറക്റ്റാ? നമുക്ക് 243 എന്ന്, സോ ദിസ് വിൽ ബി 243 എന്ന് കിട്ടും. ഫൈൻ. ഓക്കെ, ഇതാണ് ഒന്നാമത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ഇൻ ഈച്ച് പിക്ചർ? ഒന്നാമത്തെ പിക്ചറിൽ 3 എണ്ണം ഉണ്ടാവും, രണ്ടാമത്തെ പിക്ചറിൽ 9 എണ്ണം ഉണ്ടാവും, അടുത്ത പിക്ചറിൽ 27 എണ്ണം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അടുത്ത പിക്ചർ 83, അടുത്ത പിക്ചർ 243. അടുത്ത ചോദ്യം എന്താണ്? ടേക്കിംഗ് ദ ഏരിയ ഓഫ് ദി ഹോൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1. അതായത് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ഈ ഹോൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഒന്നായി എടുത്താൽ, അങ്ങനെയാണെങ്കിൽ ഒന്നാക്കി എടുത്താൽ, വാട്ട് ഈസ് ദി കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ? ഓരോ പിക്ചറിനകത്തെയും ഒരു ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ അതിൽ എത്ര ഭാഗമായിരിക്കും? ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ മൊത്തം ഈ ഹോൾ ഏരിയ ഒന്നാണെങ്കിൽ അതിനെ 4 ചെറിയ ട്രയാങ്കിൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് വരും? 1/4 എന്ന് കിട്ടും. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/4 എന്ന് കിട്ടും. സോ ഇൻ ദ സെയിം വേ എന്ത് ചെയ്തു? അടുത്ത നമ്മൾ എന്താ ചെയ്തേ? ഓരോ ട്രയാങ്കിളിനെയും മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് 4 ചെറിയ ട്രയാങ്കിൾസ് ആക്കി മാറ്റി. മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് 4 ചെറിയ ട്രയാങ്കിൾസ് ആക്കി മാറ്റി. 4 ചെറിയ ട്രയാങ്കിൾസ് ആക്കി മാറ്റി. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഒരു ട്രയാങ്കിൾ 4 പീസായി, ഈ ട്രയാങ്കിൾ 4 പീസായി, ഈ ട്രയാങ്കിൾ 4 പീസായി. അതേ രീതിയിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ ഈ വൈറ്റ് ട്രയാങ്കിൾ എന്ത് സംഭവിക്കും? വൈറ്റ് ട്രയാങ്കിൾ 4 പീസാവും. അപ്പൊ ഇവിടെ മൊത്തമുള്ള ചെറിയ, അപ്പൊ രണ്ടാമത്തെ ഫിഗറിനകത്തുള്ള മൊത്തം ചെറിയ ട്രയാങ്കിളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തുവാ? എണ്ണം എന്ന് പറയുന്നത് 4 × 4 16. 16 ട്രയാങ്കിൾസ് വരും. അതിനകത്ത് ഒരു ചെറിയ റെഡ് ട്രയാങ്കിൾ, അതിനകത്ത് ഒരു റെഡ് ട്രയാങ്കിളിന്റെ ഏരിയ ചോദിച്ചിരിക്കുന്നത്. മൊത്തമല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. അതായത് ഇതിനകത്തുള്ള ഒരു ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര വരും? അപ്പൊ മൊത്തം 16 ചെറിയ പീസുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരെണ്ണത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/16 എന്ന് വരും. ക്ലിയറാ? ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? ഈ പറയപ്പെടുന്ന 16 ട്രയാങ്കിൾസിനെയും എന്തായി മാറും? വീണ്ടും 4 ചെറിയ ട്രയാങ്കിൾസ് ആക്കി മാറും. നമ്മൾ വൈറ്റിനെ ഡിവൈഡ് ചെയ്യുന്നില്ല, പക്ഷേ വൈറ്റിന്റെയും മിഡ് പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്താൽ 4 ചെറിയ പീസ് തന്നെ കിട്ടും. അതായത് ഇപ്പോൾ ഉള്ള 16 ചെറിയ ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ ഓരോന്നിന്റെയും മിഡ് പോയിന്റ് കണക്ട് ചെയ്യുമ്പോൾ ഓരോന്നും 4 ചെറിയ ട്രയാങ്കിൾസ് ആയി മാറും. ഇപ്പൊ എന്ത് കിട്ടും? 16 × 4 64. അപ്പൊ ഒരു ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/64 എന്ന് കിട്ടും. അടുത്ത പിക്ചറിൽ എന്ത് സംഭവിക്കും? ഈ ഓരോ ചെറിയ ട്രയാങ്കിൾസിന്റെ ഏരിയയും എന്താക്കി മാറ്റും? ഓരോ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയയും നമ്മൾ എന്ത് ചെയ്യും? 4 പീസായി ഡിവൈഡ് ചെയ്യും. അപ്പൊ 64 × 4 256. സോ അതിൽ ഒരെണ്ണത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/256. ഈ 256 ട്രയാങ്കിളിനെ വീണ്ടും ചെറിയ പീസുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരെണ്ണത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/1024 എന്ന് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ? സി, ഒന്നാമത്തെ പിക്ചറിൽ 3 റെഡ് ട്രയാങ്കിൾ ഉണ്ട്. ഒരു റെഡ് ട്രയാങ്കിളിന്റെ ഏരിയയാണ് 1/4 എങ്കിൽ 3 റെഡ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 3 × 1/4, അതായത് 3/4. ഓക്കെ. രണ്ടാമത്തേതിനകത്ത് ഒരു റെഡ് ട്രയാങ്കിളിന്റെ ഏരിയ 1/16. മൊത്തം എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ട്? 9 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 9 × 1/60. ഇനി അടുത്തതിനകത്ത് ഒരു റെഡ് ട്രയാങ്കിളിന്റെ ഏരിയ 1/64. മൊത്തം എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ട്? 27 എണ്ണം. അപ്പൊ എന്ത് എഴുതാം? 27 × 1/64. അടുത്ത എന്ത് സംഭവിച്ചു?
അടുത്തെന്ന് പറയുന്നത് ഒരു റെഡ് ട്രയാങ്കിളിന്റെ ഏരിയ 1/256, 1/256. അങ്ങനെ എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ട്? 81 റെഡ് ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ എന്ത് കിട്ടും? ഇൻറ്റു 81. അടുത്തതെന്ന് പറയുന്നതിനകത്ത് ഒരു റെഡ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 1024. അപ്പൊ മൊത്തം എത്രയുണ്ട്? 243 റെഡ് ട്രയാങ്കിൾ ഉണ്ട്. സോ 243 ഇൻറ്റു 1/1024. സോ മൊത്തം ഏരിയ എന്ത് വരും? ഒന്നാമത്തെ റെഡ് ട്രയാങ്കിളിന്റെ ഏരിയ 3/4, രണ്ടാമത്തെ റെഡ് ട്രയാങ്കിളിന്റെ ഏരിയ 9/16, മൂന്നാമത്തെ റെഡ് ട്രയാങ്കിളിന്റെ ഏരിയ 27/64, അടുത്ത റെഡ് ട്രയാങ്കിളിന്റെ ഏരിയ 81/256, അടുത്ത റെഡ് ട്രയാങ്കിൾസിന്റെ ഏരിയ 243/1024. ഇങ്ങനെ കിട്ടും. ക്ലിയർ ആണോ? സോ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തു. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സീക്വൻസ് ഗോട്ട് ബൈ കണ്ടിന്യൂയിങ് ദ പ്രോസസ്. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 2 ടേം എന്ത് കിട്ടും? നമ്മൾ ആ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ചെയ്തു. ഇത് വേറെ എളുത്ത രീതിയിലൂടെ നമുക്ക് ചെയ്യാം. നിങ്ങളിവിടെ നോക്കിയാൽ നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒന്നാമത് ഉള്ളത് 3 റെഡ് ട്രയാങ്കിൾ. ഓരോ റെഡ് ട്രയാങ്കിളിനെയും എന്താ പറയുക, മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് 4 പീസുകളാക്കി മാറ്റുന്നു. അതിനകത്ത് ഒരു പീസിന് വൈറ്റ് കളർ ആയിരിക്കും. അപ്പൊ ഒരു റെഡ് ട്രയാങ്കിൾ 3 റെഡ് ട്രയാങ്കിൾ ആയിട്ട് മാറും. അപ്പൊ 3 × 3 9. ഇനി അതേപോലെ 9 × 3 27, 27 × 3 81, 81 × 3 243. ഇങ്ങനെ കിട്ടും. രണ്ടാമത്തെ നമ്മൾ നോക്കിക്കേ 4. ഇനി ഓരോ റെഡ് ട്രയാങ്കിളും അല്ലെങ്കിൽ ഓരോ ട്രയാങ്കിളും എന്താണ് സംഭവിക്കുന്നത്? 4 ചെറിയ പീസുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ 4 ചെറിയ ട്രയാങ്കിൾ ആവും. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഒരെണ്ണം 4 ആണെങ്കിൽ അടുത്ത 4ന്റെ 4 × 4. ഇപ്പൊ എന്ത് വരും? 64. 4 × 4 16. അടുത്തത് 16 ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അത് 16 × 4 64. 64 ട്രയാങ്കിൾസിന്റെ മിഡ് പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഓരോ ട്രയാങ്കിളും 4 പീസ് ആവും. സോ 64 × 4 256. നെക്സ്റ്റ് 256 × 4 1024. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. നമ്മൾ ഇന്നത്തെ ഇതിനകത്ത് ആ സീക്വൻസുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെപ്പോൾ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.